സ്വാഗതം. മലയാളം വാർത്താ റേഡിയോ അവതരിപ്പിക്കുന്നത് ജനറൽ പത്രം തൃശൂർ. ഇന്ന് 2021 ഫെബ്രുവരി 23. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ചേതാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. അതിർത്തികൾ തുറന്നിട്ട് കർണാടക. കാസർകോട്. കോവിഡ് തടയാനെന്ന പേരിലുള്ള അതിർത്തിയിലെ നിയന്ത്രണം ഇന്നു മുതൽ കൂടുതൽ കടുപ്പിക്കുമെന്ന് പറഞ്ഞ കർണാടക ഉഴപ്പുകയാണെന്ന് കേരളം. കുതിരകൾ ഒരുങ്ങി. മച്ചാട് മാമാങ്കം ഇന്ന്. വടക്കാഞ്ചേരി. മച്ചാട് മാമാങ്കത്തിന്റെ പങ്കാളി ദേശക്കാർ എഴുന്നള്ളിപ്പിനുള്ള കുതിരകളെ ഒരുക്കുന്ന തിരക്കിലാണ്. പള്ളിവാസൽ. വിദ്യാർത്ഥിനിയുടെ കൊലപാതകം. അരുൺ തൂങ്ങി മരിച്ച നിലയിൽ. രാജകുമാരി. പള്ളിവാസൽ പവർ ഹൗസിൽ +2 വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ബന്ധു അരുണിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പവർ ഹൗസിന് സമീപമാണ് നീണ്ടപ്പാറ വണ്ടിത്തറയിലാണ് അരുണിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കതിരൂർ മനോജ് വധം. 1-ാം പ്രതി വിക്രമനടക്കം 15 പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം. കൊച്ചി. കണ്ണൂരിലെ RSS നേതാവ് കതിരൂർ മനോജിനെ കൊലപ്പെടുത്തിയ കേസിൽ 1-ാം പ്രതി വിക്രമനടക്കം 15 പ്രതികൾക്ക് ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. KSRTCയിൽ പണിമുടക്ക് തുടങ്ങി. തിരുവനന്തപുരം. KSRTCയിൽ INTUC BMS യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് തിങ്കളാഴ്ച രാത്രി ആരംഭിച്ചു. ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചും പുതിയ കമ്പനിയായ സ്വിഫ്റ്റിന്റെ വ്യവസ്ഥകൾ എതിർത്തുമാണ് സമരം. മുൻ MLA B രാഘവൻ നിര്യാതനായി. കൊല്ലം. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന മുൻ MLAയും SC/ST കോർപ്പറേഷൻ ചെയർമാനുമായ കൊട്ടാരക്കര താമരക്കുടി രാഗിയിൽ B രാഘവൻ നിര്യാതനായി. CPM സംസ്ഥാന കമ്മിറ്റി അംഗവും KSKTU മുൻ സംസ്ഥാന പ്രസിഡന്റുമാണ്. ഗുരുവായൂർ ഉത്സവം. ഇന്ന് 1000 കുടം കലാശവും ബ്രഹ്മകലശവും. ഗുരുവായൂർ. കലശലക്കുടകളിൽ ഔഷധദ്രവ്യങ്ങൾ നിറച്ച് ഇന്ന് ഗുരുവായൂരപ്പന് 1000 കുടം കലശവും ബ്രഹ്മകലശവും അഭിഷേകം ചെയ്യും. ഇന്ധനവില വർധന. സോണിയാഗാന്ധി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ന്യൂഡൽഹി. രാജ്യത്തെ ഇന്ധനവില കുതിച്ചുയരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ കത്ത്. ജനങ്ങളുടെ ദുരിതങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ലാഭം കൊയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കത്തിൽ സോണിയ കുറ്റപ്പെടുത്തി. സ്വകാര്യ മേഖലയെ വളരാൻ അനുവദിക്കണമെന്ന് പ്രധാനമന്ത്രി. ന്യൂഡൽഹി. ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാൻ സ്വകാര്യ മേഖലയെ വളരാൻ അനുവദിക്കണമെന്നും കേന്ദ്രവും സംസ്ഥാനങ്ങളും സ്വകാര്യ മേഖലയ്ക്ക് പിന്തുണ നൽകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാതൃഭാഷയിലെ പ്രാഥമിക വിദ്യാഭ്യാസം കുട്ടികളുടെ ആത്മാഭിമാനവും സർഗാത്മകതയും വർദ്ധിപ്പിക്കും. കുറഞ്ഞത് 5-ാം ക്ലാസ് വരെയെങ്കിലും മാതൃഭാഷ പ്രാഥമിക ബോധന മാധ്യമമാക്കണമെന്ന് ഉപരാഷ്ട്രപതി ശ്രീ M വെങ്കയ്യ നായിഡു ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ അക്കാദമിക് വിശ്വാസത്തിലെടുക്കുന്നില്ല. രാഹുൽ ഗാന്ധി. ന്യൂഡൽഹി. വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന അക്കാദമിക് സമൂഹം പുറം ലോകത്തോട് സംസാരിക്കുന്നതിൽ നിന്ന് സർക്കാർ തങ്ങളെ എന്തുകൊണ്ട് തടയുന്നുവെന്ന് ചോദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സർക്കാർ കായിക സംസ്കാരം വളർത്തി. കുന്നംകുളം. സംസ്ഥാന സർക്കാർ കേരളത്തിൽ കായിക സംസ്കാരം വളർത്തിയെന്ന് കായിക വകുപ്പ് മന്ത്രി EP ജയരാജൻ. കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ ഖേലോ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ജില്ലയിലെ ആദ്യ സിന്തറ്റിക് ട്രാക്കിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനിലൂടെ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ആരോഗ്യരംഗത്ത് കത്തോലിക്ക സഭയുടെ സഹകരണം നിസ്തുലം. കൊച്ചി. കോവിഡ് പ്രതിരോധത്തിൽ കത്തോലിക്ക സഭ നൽകിവരുന്ന സഹായവും പിന്തുണയും നിസ്തുലമാണെന്നും ഇനിയുള്ള ദിനങ്ങളിലും അത് തുടരണമെന്നും ആരോഗ്യമന്ത്രി KK ശൈലജ. പഠനവൈകല്യങ്ങൾ പരിഹരിക്കാൻ നിപ്മെറിൻ തെറാപ്പി. തൃശൂർ. പഠനകാര്യത്തിൽ കുട്ടികൾക്കുണ്ടാകുന്ന വിമുഖത പരിഹരിക്കാൻ നൂതന തെറാപ്പിയുമായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. കൊരട്ടി പഞ്ചായത്ത് സമ്പൂർണ്ണ കുടിവെള്ള പഞ്ചായത്താകും. കൊരട്ടി. പഞ്ചായത്ത് സമ്പൂർണ്ണ കുടിവെള്ള പഞ്ചായത്തായി മാറ്റാനുള്ള കൊരട്ടി പഞ്ചായത്ത് ജൽജീവൻ മിഷന്റെ ശുദ്ധജല വിതരണ പദ്ധതിക്ക് തുടക്കമായി. ഡ്രൈവിംഗ് സ്കൂൾ നിയമ ഭേദഗതി അപാകത പരിഹരിക്കുക. തൃശൂർ. ഇന്ത്യയിലെ ചെറുകിട ഡ്രൈവിംഗ് സ്കൂളുകളുടെ നിലനിൽപ്പിനെ ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കരട് വിജ്ഞാപനത്തിലെ അപാകതകൾ പരിഹരിക്കുക എന്ന ആവശ്യത്തോടെ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ സംസ്ഥാന സ്പെഷ്യൽ കൺവെൻഷൻ വ്യാപാരി വ്യവസായ സമിതി കോൺഫറൻസ് ഹാളിൽ ചേർന്നു. കോവിഡ് നിയന്ത്രണങ്ങളോടെ തൃശൂർ പൂരം. തീരുമാനം ഉടൻ. തൃശൂർ. കോവിഡ് പ്രതിരോധത്തിൽ വീഴ്ച പറ്റാതെ തൃശൂർ പൂരം സംഘടിപ്പിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ ചർച്ച നടത്തി. ആർദ്ര കേരള പുരസ്കാരം. ജില്ലയ്ക്ക് 5 അവാർഡുകൾ. തൃശൂർ. 2018-19 വർഷത്തെ ആർദ്ര കേരളം പുരസ്കാര പ്രഖ്യാപനത്തിൽ ജില്ലയ്ക്ക് 5 അവാർഡുകൾ. നവകേരളം പദ്ധതിയുടെ ഭാഗമായ ആർദ്ര മിഷൻ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യമേഖലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തിവരുന്ന മികച്ച പ്രവർത്തനങ്ങൾക്കാണ് ആർദ്ര കേരളം പുരസ്കാരം നൽകിവരുന്നത്. രാമവർമ്മപുരം ഡയറ്റ് ക്യാമ്പസിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ലൈബ്രറി. ചേറൂർ. രാമവർമ്മപുരം ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രം ക്യാമ്പസിൽ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ നാമധേയത്തിൽ നിർമ്മിക്കുന്ന സെമിനാർ ഹാളിന്റെയും ലൈബ്രറി സമുച്ചയത്തിന്റെയും നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിച്ചു.
കോവാക്സിൻ ബാങ്ക് ജീവനക്കാർക്ക് പ്രഥമ പരിഗണന നൽകണം. തൃശൂർ കോവിഡ് വാക്സിൻ വിതരണത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കും സമാന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രഥമ പരിഗണന നൽകിയതിനു പിന്നാലെ ബാങ്ക് ജീവനക്കാർക്ക് കൂടി ദ്രുത പരിഗണന നൽകണമെന്ന് കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രത്യേക യോഗം മുഖ്യമന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി എന്നിവരോട് ആവശ്യപ്പെട്ടു. വാർത്തകൾ കഴിഞ്ഞു. നന്ദി. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് മലയാളം യൂണിക്കോഡിലുള്ള general.com അഥവാ general.net.in സന്ദർശിക്കുക.